മുംബൈയും പരിസര പ്രദേശങ്ങളും ഗുജറാത്തിലേക്ക് ബന്ധിപ്പിക്കുന്ന പദ്ധതിയുടെ പേരിൽ മറാത്തി ജനതയെ ആസൂത്രിതമായി കുടിയിറക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് മഹാരാഷ്ട്ര നവനിർമ്മാൺ സേന അധ്യക്ഷൻ രാജ് താക്കറെ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ ശിവശക്തി റാലിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ചേർന്ന് അദാനി വ്യവസായ ഗ്രൂപ്പിന് അനുകൂലമായി പ്രവർത്തിക്കുന്നുവെന്ന ഗുരുതര ആരോപണങ്ങളാണ് രാജ് താക്കറെ ഉന്നയിച്ചത്. एका माणसावरती इतकी मेहरबानी या देशामध्ये होते मी जगात तर दाखवतच नाही. अजून सिमेंट बनवण्याच्या उद्योगामध्ये गौतम अडाणी हा माणूस कधी नव्हताच. 2014च्या अगोदर आज देशातला 2 नंबरचा सिमेंटचा व्यापारी येतो. ബുള്ളറ്റ് ട്രെയിൻ അടക്കമുള്ള വികസന പദ്ധതികളുടെ പേരിൽ മുംബൈയിലെയും പരിസര പ്രദേശങ്ങളിലെയും ഭൂമി കയ്യേറി മറാഠികളെ പ്രദേശങ്ങളിൽ നിന്ന് ഒഴിപ്പിക്കുകയാണെന്നാണ് മുഖ്യ ആരോപണം. മുംബൈ വിമാനത്താവളം ശാശ്വതമായി അടച്ചുപൂട്ടി ആ ഭൂമി അദാനിക്ക് കൈമാറാനുള്ള നീക്കമുണ്ടെന്നും ഈ തെരഞ്ഞെടുപ്പിൽ ഭരണകക്ഷികൾ പരാജയപ്പെട്ടില്ലെങ്കിൽ മുംബൈ എന്നേക്കുമായി നഷ്ടപ്പെടുമെന്നും രാജ് താക്കറെ മുന്നറിയിപ്പ് നൽകി. ശിവസേന UBT MNS NCP ശരത് പവാർ സഖ്യം രൂപീകരിച്ചത് രാഷ്ട്രീയ താൽപര്യങ്ങൾക്കല്ലെന്നും മുംബൈയെ രക്ഷിക്കാനാണെന്നും രാജ് താക്കറെ വ്യക്തമാക്കി. ഹിന്ദി നിർബന്ധിത നയത്തെക്കുറിച്ച് ഫട്നാവിസ് സർക്കാരിനെ വിമർശിച്ച താക്കറെ ഭാഷയുടെ പേരിൽ മുംബൈയിൽ കലഹം സൃഷ്ടിക്കാൻ ശ്രമമുണ്ടെന്നും ആരോപിച്ചു. കഴിഞ്ഞ 10 വർഷത്തിനിടെ അദാനി ഗ്രൂപ്പിന്റെ അതിവേഗ വളർച്ചയെ ചൂണ്ടിക്കാട്ടിയ താക്കറെ രാജ്യത്തിന് പിന്നാലെ മഹാരാഷ്ട്രയും കോർപ്പറേറ്റുകളുടെ കൈകളിൽ പോകുകയാണെന്ന വിമർശനവും ഉയർത്തി. മുംബൈ നഷ്ടപ്പെട്ടാൽ മഹാരാഷ്ട്ര ജാർഖണ്ഡായി മാറുമെന്നും ഇത് മറാഠി ജനതയ്ക്ക് അവസാന മുന്നറിയിപ്പാണെന്നും രാജ് താക്കറെ പറഞ്ഞു. മുംബൈയുടെ ഭാവിയും മറാഠി സത്വവും മുൻനിർത്തി ഉയർന്ന ഈ ആരോപണങ്ങൾ മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ നിർണായക ചർച്ചയാകുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. പ്രേംലാൽ, കൈലി ന്യൂസ്, മുംബൈ.